പുനർവിവാഹം. രചന മായ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. വേണിയെത്തി പിന്നെയും 10-20 മിനിറ്റോളം കഴിഞ്ഞാണ് അഞ്ജന കോളേജിലെത്തിയത്. തന്നേക്കാൾ മുമ്പേ വന്ന് വരാന്തയിൽ തന്നെ നിൽക്കുന്നവളെ കണ്ട് അഞ്ജനയെ അത്ഭുതപ്പെട്ടു. പിന്നെ ഇന്നലത്തെ കാര്യങ്ങൾ ഓർമ്മയിലുള്ളതുകൊണ്ട് തന്നെ അവൾ വേഗം വേണിക്കടുത്തേക്ക് നടന്നു. എന്നാൽ അഞ്ജനയെ താൻ കാത്തു നിൽക്കാതെ അവളെ കണ്ടയുടനെ അവളുടെ അരികിലേക്ക് ഓടിച്ചെന്ന് വേണി. എന്താ എന്തുപറ്റി? തന്റെ അരികിലേക്ക് ഓടി വന്ന് എന്നാൽ ഒന്നും പറയാതെ പ്രത്യേക മുഖഭാവത്തിൽ കിടക്കുന്നവളെ നോക്കി അഞ്ജന വെപ്രാളത്തോടെ ചോദിച്ചു. ഹർഷൻ ചേട്ടന്റെ കല്യാണം മുടങ്ങി. എങ്ങനെ? അഞ്ജന ഞെട്ടിപ്പോയി വേണി അത് പറഞ്ഞപ്പോൾ. ഞാൻ ഹർഷൻ ചേട്ടനെ പ്രപ്പോസ് ചെയ്തു. അതിനുത്തരം നൽകാതെ അടുത്ത കാര്യം പറഞ്ഞപ്പോൾ അഞ്ജന വീണ്ടും ഞെട്ടി. പ്രപ്പോസ് ചെയ്യേ? എപ്പോ? നീയാണ് മുടക്കിയേ? കണ്ണു മിഴിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. ഞാനല്ല, കല്യാണം മുടങ്ങി. അപ്പൊ ഒരു ക്യാബ് കിട്ടിയപ്പോൾ ഞാൻ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. ബട്ട് അതെല്ലാവരും കേട്ടൂടാ. തലേ ദിവസത്തെ ഓർമ്മയിൽ വേണി ചുണ്ടു ചുളുക്കി ദയനീയതയോടെ പറഞ്ഞു. അഞ്ജനക്ക് ഒന്നങ്ങടി വ്യക്തമായില്ല. നീ എന്തൊക്കെയാ പറയുന്നത്? ആര് കേട്ടു? എന്ത് കേട്ടു? ശരിക്കും കല്യാണം മുടങ്ങിയോ? നീ പ്രപ്പോസ് ചെയ്തത് സത്യമാണോ? ഇന്നെന്താ സംഭവിച്ചത്? നീ എന്നെ ഫോൺ കോൾ എടുക്കാതിരുന്നേ? എത്ര വിളിച്ചു നിന്നെ? അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. ആകാംക്ഷയും പരവേശവും കൊണ്ട് അവൾ തിക്കുമുട്ടിപ്പോയി. അവളുടെ ചോദ്യങ്ങളെല്ലാം കുറച്ച് ഉച്ചത്തിലായതുകൊണ്ട് തന്നെ വേണി വരാന്തയുടെ 2 ഭാഗത്തേക്കും തലതിരിച്ച് നോക്കി. മറ്റാരുമില്ല അവിടെയൊന്നും. പക്ഷേ കുട്ടികൾ വന്നു തുടങ്ങിയോണ്ട് തന്നെ അവിടെ നിന്ന് സംസാരിക്കാൻ പോസിബിൾ അല്ല. അവൾ അഞ്ജനയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മലയാളം ഡിപ്പാർട്ട്മെന്റിൽ ലൈബ്രറി കഴിഞ്ഞുള്ള പഴയ ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി ഓടി. ഗ്രൗണ്ടിൽ അങ്ങിങ്ങായി കുട്ടികൾ നോക്കുന്നുണ്ട് അവരുടെ ഓട്ടം. വേണി പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഓടുക തന്നെയാണ്. ഓഡിറ്റോറിയം എത്തിയപ്പോഴാണ് അവൾ കൈവിട്ട് ഓട്ടം നിർത്തിയത്. രണ്ടുപേരും കിതപ്പോടെ അവിടെയുള്ള അരഭിത്തിയിലേക്ക് കയറിയിരുന്നു. എന്താടി പറ, എന്തുണ്ടായി? അഞ്ജന കിതപ്പാറ്റി ആകാംക്ഷ അടക്കാനാവാതെ ചോദിച്ചു. വേണി പക്ഷേ കിതപ്പ് മുഴുവൻ അടങ്ങിയ ശേഷമാണ് പറഞ്ഞു തുടങ്ങിയത്. ഇന്നലെ നിശ്ചയമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. കുറച്ച് സമയം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഗീതുവിന്റെ വീട്ടിൽ നിന്ന് ഹർഷൻ ചേട്ടനെ വിളിച്ച് എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറഞ്ഞു. എന്നിട്ട് ഇടക്കേറി അഞ്ജന വകവെക്കാതെ വേണി വീണ്ടും തുടർന്നു. ഇവിടുന്ന് അച്ഛനായിരുന്നു ഹർഷൻ ചേട്ടൻ്റെ കൂടെ കൂട്ടിന് പോയത്. അവിടുന്ന് പിന്നെ ഹർഷൻ ചേട്ടൻ്റെ ആന്റിയും അങ്കിളും ഉണ്ടായിരുന്നു. അവരെ അയൽപ്പക്കാണല്ലോ. അവർ തന്നെയല്ലേ ഈ ആലോചന കൊണ്ടുവന്നു? അഞ്ജന വീണ്ടും ഇടക്കേറി ചോദിച്ചു. അതെ, ബാക്കി കേൾക്ക്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ അവർ കല്യാണം വേണ്ടെന്ന് വെക്കുകയാണെന്ന്. എന്തിന്? അഞ്ജന അവിശ്വസനീയതയോടെ വേണിയെ നോക്കി. ഗീതു മുമ്പ് ഒരാളായിട്ട് പ്രേമത്തിലായിരുന്നു. പിന്നെ എന്തോ ബ്രേക്കപ്പ് ഒക്കെ ആയതാ. ഇവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതറിഞ്ഞു ആ ചെക്കിനെന്തോ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. വേണി അവൾ അറിഞ്ഞെല്ലാം വിശദമായി കൂട്ടുകാരിക്ക് മുമ്പിൽ പറഞ്ഞു. അഞ്ജന ഒരു ഞെട്ടലോടെ അമ്പരപ്പോടെ മുഴുവൻ കേട്ടു. ഒരു കൈ കൊണ്ട് താടിക്ക് താങ്ങൊടുത്താണ് അവിടെ ഇരിപ്പ് തന്നെ. ഓ മൈ ഗോഡ്, മുടങ്ങാനുള്ള കല്യാണം ഓർത്ത് എന്തോരം ടെൻഷൻ അടിച്ച് നമ്മള്. എത്ര കരഞ്ഞു നീ. സത്യം പറയാലോ, നിന്റെ കരച്ചിലും പിടിച്ചിലും കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ആ പെണ്ണ് ഏതെങ്കിലും ഒരുത്തന്നെ കൂടെ ഒളിച്ചോടി പോകാൻ വരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അഞ്ജനയുടെ മറുപടി കേട്ട് വേണി അത്ഭുതത്തോടെ അവളെ നോക്കി. കാര്യണ്ടി അല്ല, അതൊക്കെ പോട്ടെ. നീ എപ്പോഴാ അപ്പൊ പ്രപ്പോസ് ചെയ്ത്? എന്നിട്ട് പോലീസ് എന്ത് പറഞ്ഞു? നേരത്തെ അവൾ പറഞ്ഞോർത്ത് അഞ്ജന പെട്ടെന്ന് ആകാംക്ഷയോടെ ചോദിച്ചു. ആ ചോദ്യത്തിൽ തന്നെ കാറ്റൊഴിഞ്ഞ പോലെ ചുരുങ്ങി. തലേന്ന് രാത്രിയിലെ കാര്യങ്ങൾ ഓർത്ത് അവൾക്ക് ചിരിയും കരച്ചിലും വന്നു. വേണിയുടെ ഭാഗങ്ങളൊക്കെ കണ്ടപ്പോഴേ ഇന്നലെ എന്തൊക്കെയോ കാര്യമായി തന്നെ സംഭവിച്ചു എന്ന് അഞ്ജനക്ക് മനസ്സിലായി. പറ പറ പറ, എന്തുണ്ടായി പറ. അവൾ കേൾക്കാനായി ധൃതി പൂണ്ടു. കാര്യം അറിഞ്ഞ മുതൽ ആന്റിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഹർഷൻ ചേട്ടനും അച്ഛനൊക്കെ വന്നപ്പോൾ രാത്രി ഒത്തിരി ആയിരുന്നേ. എന്നിട്ട് ആന്റിയെ സമാധാനിപ്പിച്ചൊക്കെ. അപ്പോൾ ഹർഷൻ ചേട്ടൻ ഒറ്റയ്ക്ക് ഉമ്മർത്തിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കാന്ന് കരുതി പോയതാ. പക്ഷെ അറിയാതെ പ്രപ്പോസ് ചെയ്തു പോയടാ. അന്നേരം ഒന്നും ചിന്തിക്കാതെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞുപോയി. പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത് എല്ലാവരും കേട്ട് ഞാൻ പ്രപ്പോസ് ചെയ്ത്. അച്ഛനും അമ്മയും ആന്റിയും അമ്മനും ശ്യാമും ഒക്കെ. പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അങ്ങേയറ്റം ദയനീയമായി പോയ അവളുടെ മുഖം. അഞ്ജന തലക്ക് കൈവച്ച് അവളെ കണ്ണുമിഴിച്ച് നോക്കി. എന്റെ പൊന്നു കുഞ്ഞെ, നിന്നുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിശ്ചയം കഴിഞ്ഞ ദിവസം തന്നെ കല്യാണം മുടങ്ങി എനിക്ക് നാളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. ആൾ എന്ത് മാനസികാവസ്ഥയിലായിരിക്കണം അപ്പോൾ? അതും പോട്ടെ, പറയുമ്പോൾ സ്ഥലകാലബോധങ്ങളും കുറച്ച് വീട്ടുകാരടുത്തെന്തെങ്കിലും ഓർക്കണ്ടേ? അഞ്ജനയ്ക്ക് അത്രയെങ്കിലും അവളോട് ചോദിക്കാതിരിക്കാനായില്ല. വേണി ചുണ്ടിയുളക്കി അബദ്ധം പറ്റിയ മട്ടിലിരുന്നു. അവര് പുറകിലുണ്ടാവുന്ന ഞാൻ കരുതിയോ? പറ്റിപ്പോയി, നീ കൂടെ എന്നെ പറയാതെ. വേണി ചിണുകളോടെ പറഞ്ഞതും അഞ്ജന പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. എങ്കിലും കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞതിന്റെ പകപ്പിൽ അവൾ അരബിത്തിൽ നിന്നിറങ്ങി 2 ചാല അങ്ങോട്ടും ഇങ്ങോട്ടും കൈയുരസിക്കൊണ്ട് നടന്നു. വേണി അവളെ നോയിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് പോലീസ് എന്ന് മറുപടി അറിഞ്ഞു? നിന്റെ അച്ഛനമ്മയെന്ന് പറഞ്ഞു? പിന്നെ ഓർമ്മയിൽ തെളിഞ്ഞതും അഞ്ജന അവൾക്ക് നേരെ തിരിഞ്ഞു. ആരൊന്നും പറഞ്ഞില്ലടി, എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ എല്ലാവരെയും കണ്ട ഷോക്കിൽ അപ്പോഴേ റൂമിലേക്ക് ഓടിപ്പോന്നു. പിന്നെ അവിടെ ഒന്നും ഉണ്ടായതെന്ന് എനിക്കറിയില്ല. രാവിലെയാ ഞാൻ പിന്നെ റൂമിൽ നിന്നിറങ്ങി. അച്ഛനെ കണ്ടില്ല. അമ്മ എല്ലാ ദിവസത്തെയും പോലെ തന്നെ. ഇങ്ങനെ സംഭവം നടന്നേ ഓർമ്മയില്ലാത്ത പോലെയാ. ബട്ട്
അവൻ രാവിലെ കണ്ടപ്പോൾ മുതൽ ആക്കൽ തുടങ്ങിയതാ. അവൻ്റെ ഒടുക്കത്തൊരു കൊരയും ഇളിയും. രാവിലത്തെ കാര്യങ്ങളോർത്ത് ഈർഷ്യയോടെ പറഞ്ഞു. ആ ഇതിവിടെ തീർന്നെന്ന് കരുതണ്ട നീ. എല്ലാവരുടെ വകയും കിട്ടിക്കോളും വൈകാതെ. എന്നാലും നിന്റെ ഡാഡി മമ്മി കൂളാ മോളെ. നിനക്ക് പോലെ ഞാനെങ്ങാനും ആയിരിക്കണം. അച്ഛനും അമ്മയും കൂടി എന്നെ വറുത്ത് കോരുമായിരുന്നു. അഞ്ജന ചിന്തയോടെ പറഞ്ഞുകൊണ്ട് തല കുടഞ്ഞു. വേണി അത് ഓർക്കാതിരുന്നില്ല. ഡാ ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് അമ്മയും അച്ഛനെയല്ല ആന്റി ഓർത്താൽ ശരിക്കും പേടി. പ്രശ്നമാവുമോ? വേണി ഒരു പരിഭ്രമത്തോടെ ചോദിച്ചു. ഏയ് അവരാള് പാവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോ പ്രശ്നമാക്കണമായിരുന്നെങ്കിൽ തന്നെ ഇന്നലെ തന്നെ ആക്കണമായിരുന്നല്ലോ എന്ന് വെച്ച് ആശ്വസിക്കാൻ വേണ്ട. നീ എന്തായാലും ഒന്ന് കരുതിയിരുന്നോ? നീ എന്നെ പേടിപ്പിക്കുകയാണോടാ? വേണിയോടെ മട്ടും പാവം കണ്ട് മുഖം ചുളിച്ചു. എടാ പേടിപ്പിച്ചല്ല കാര്യം പറഞ്ഞ. അഞ്ജന വീണ്ടും അരവിത്തിലേക്ക് കയറിയിരുന്നു. എന്നാലും മോളെ നീ അങ്ങേരെ പ്രപ്പോസ് ചെയ്തല്ലോ. എത്ര തവണ ഞാൻ പറഞ്ഞതാവും പോലെ നിശ്ചയം വരെ എത്തും മുമ്പ്. എന്നിട്ട് അവൾ പറഞ്ഞ സമയം കണ്ടില്ലേ? ആ ഇനി പുള്ളികളെ തുറന്നു പറഞ്ഞല്ലോ എന്നൊരു സമാധാനിക്കാം. ബാക്കിയെല്ലാം വിധി പോലെ വരട്ടെ. അഞ്ജന ഒരു നെടുവീർപ്പോടെ പറഞ്ഞപ്പോൾ വേണി ഇളിച്ചുകൊണ്ട് അവളെ നോക്കി. എന്ന് വെച്ച് ഒത്തിരി അങ്ങ് സ്വപ്നം കാണണ്ട. അഞ്ജന വീണ്ടും പറയുന്നയാൾക്ക് വേണി മുഖം കൂട്ടി. ഹർഷനും പിന്നാലെ ശ്യാമും കഴിക്കാനിരുന്നു. രാധിക ഉപ്മാവും പഴവും കൊണ്ട് ടേബിൾ വെച്ചു. ശ്യാം പ്ലേറ്റ് എടുത്ത് വിളമ്പുന്നതിനിടയിൽ ഏട്ടനെയൊന്ന് പാളി നോക്കി. അവിടെ വലിയ ഭാവമാറ്റമൊന്നുമില്ല. അമ്മയെ നോക്കിയപ്പോൾ അവിടെ ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്ന മൂടിക്കെട്ടലെല്ലാം മാറിയിട്ടുണ്ട്. ഏട്ടനും പിന്നാലെ അമ്മ കൂടെ കഴിച്ചു തുടങ്ങിയപ്പോൾ ശ്യാം ഒന്ന് മുരടനക്കി. രണ്ടുപേരും തലയുയർത്തി നോക്കിയപ്പോൾ അവൻ ചോദിച്ചു, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാ സ്ഥിതിക്ക് ഇനി എന്താ ഭാവി പരിപാടികൾ? എന്ത് കാര്യങ്ങൾ? എങ്ങനെയൊക്കെയാ സ്ഥിതിക്ക്? ഹർഷൻ അവനെ തറപ്പിച്ച് നോക്കി. അല്ല കല്യാണം എന്തായാലും മുടങ്ങിയല്ലോ. പിന്നെ വേണിയേട്ടനെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തല്ലോ. ആ സ്ഥിതിക്ക് ഇനി എന്താ എങ്ങനെയാ കാര്യങ്ങളെന്ന് ശ്യാം ഒരു പതർച്ചയോടെ എന്നാൽ ഏട്ടനെ ഒന്ന് കണ്ണുറപ്പിച്ച് നോക്കിയോട് പറഞ്ഞൊപ്പിച്ചു. ഹർഷന്റെ മനസ്സ് വീണ്ടും കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളിലൂടെ ഒരു ഓട്ടോ പ്രദർശനം നടത്തി. ഗീതുവിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഓർക്കെ മങ്ങിയവന്റെ മുഖം വേണിയിലേക്ക് എത്തിയപ്പോൾ ചുണ്ടിൻ കോളിൽ ഒരു ചിരി തത്തിക്കളിച്ചു. അവനത് മറച്ചു വെച്ചുകൊണ്ട് ശ്യാമിനെ നോക്കി കണ്ണുരുട്ടി. നിനക്ക് ക്ലാസ്സിലിടാ, കഴിച്ചു കഴിഞ്ഞ് പോകാൻ നോക്ക്. ഹർഷന്റെ വർത്തമാനം കേൾക്കെ ശ്യാം അമ്മയെ നോക്കി. പിന്നെ ചുണ്ടുകൂട്ടിക്കൊണ്ട് മുറുമുറുത്തു. അല്ലേല് റിയാൻ അറിയുന്നതിന്റെ കയ്യിൽ അടിയൊടുക്കില്ലല്ലോ. സംസാരത്തിലേക്ക് തലയിടാതിരിക്കുന്ന അമ്മയോട് അവനെന്തോ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ഹർഷനുള്ളതുകൊണ്ട് അവനത് വിഴുങ്ങി. ഹർഷൻ കഴിച്ചു പോകുന്നവരെ പിന്നെ അവൻ മിണ്ടിയില്ല. വാവേ ലേറ്റാവ ക്ലാസ്സിന് പോകാൻ നോക്ക് കേട്ടോ. അമ്മ ഉച്ചയ്ക്ക് ഞാൻ വരും. ഓരോന്നോർത്തിരിക്കണ്ട കേട്ടല്ലോ. രണ്ടുപേരോടും പറഞ്ഞുകൊണ്ടാണ് ഹർഷൻ വീട്ടിൽ നിന്നിറങ്ങിയത്. ഏട്ടൻ പോയതും ശ്യാം അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. അമ്മ എന്താ അമ്മയൊന്നും പറയാണ്ടിരുന്ന അമ്മേ? അമ്മയ്ക്ക് ഇപ്പോഴും ആ പെണ്ണിനോർത്തുള്ള വിഷമാണോ? ആ വിഷമം ഇല്ലാണ്ടിരിക്കോ? എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് മാത്രമല്ല എൻ്റെ കുട്ടിക്കും ഉണ്ടാവും. അവൻ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എത്രയ്ക്കായാലും നിശ്ചയം വരെ കഴിഞ്ഞല്ലേ. എന്നിട്ട് അന്ന് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വിധി. രാധിക വികാരാധീനയായി പറഞ്ഞപ്പോൾ ശ്യാം ഒന്ന് മൗനം പാലിച്ചു. ആ ഇങ്ങനെ ഒഴിഞ്ഞാൽ നന്നായെന്ന് കരുതിയാൽ മതി. ദേവാവേ ഞാനൊരു കാര്യം പറയാം. നീ വേണിയുടെ കാര്യം പറഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നിൽക്കണ്ട. അതൊക്കെ സമയത്ത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. എന്താലോചിക്കാൻ? അവള് മതി. ഇനി വേറെ ആലോചനയും നോക്കണ്ട. അമ്മ അവള് നമുക്ക് അറിയുന്നല്ലേ അമ്മേ. അവൾക്ക് ഏട്ടന് ഇഷ്ടാവുന്നു. പെട്ടെന്നല്ലെങ്കിലും ഇനി വേറെ ആരെയും നോക്കണ്ട അമ്മേ. അമ്മ അറിയുന്ന കേൾക്കെ ശ്യാം തിരിച്ചു പറഞ്ഞു. എന്റെ വാവേ അത് ഹർഷനോട് ഇഷ്ടാവണ്ടേ? മാത്രമല്ല വേണിയുടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതുവാ. ഈ കാര്യം കേട്ട കുടുംബക്കാര് സമ്മതിക്കുകയില്ല. ഓ അപ്പൊ അമ്മയ്ക്ക് അവളുടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞാണ് പ്രശ്നം. അതിനിടയിൽ വേറെ ന്യായീകരണമൊന്നും വേണ്ടമ്മേ. കുടുംബക്കാരുടെ സമ്മതം. അവൻ പല്ലടിച്ചുകൊണ്ട് അമ്മയെ നോക്കി. രാധിക വല്ലായ്മയുടെ അവരിൽ നിന്ന് മുഖം താഴ്ത്തി. നമുക്കറിയുന്നല്ലേ അമ്മ അവളെ. അവളുടെ ലൈഫിൽ നടന്നെന്താണെന്ന് അറിയാം. പിന്നെ എന്താണമ്മ? അമ്മ ഈ ഒരു കാരണം കൊണ്ട് എതിര് പറയില്ലേ? ഏട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ അവള് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അവള് തന്നെ മതിയമ്മ. വേറെ ആരെക്കാളും നമ്മളെ മനസ്സിലാക്കാൻ അവൾക്കാവും അമ്മ കഴിയുക. ഈ നാട്ടിൽ വന്നിട്ട് കുടുംബക്കാരെക്കാളും നമ്മുടെ കൂടെ നിന്ന് സഹായിച്ചൊക്കെ ആ കുടുംബാണെന്ന കാര്യം അമ്മ മറക്കണ്ട. പിന്നെ ഏട്ടന്റെ നിശ്ചയം മുടങ്ങിയ നാട്ടുകാരറിഞ്ഞ് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും. അതിന് ഏട്ടന്റെ ലൈഫിനെ ഇങ്ങനെയൊക്കെ ബാധിക്കുന്നൊക്കെ അമ്മയെന്ന് ഓർക്കുന്നത് നല്ലതാ. അവൻ തർപ്പിച്ചെന്ന് പറഞ്ഞതും രാധിക ഒരു ആന്തലോട് അവനെ നോക്കി. അവൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും അവർ മനസ്സിലിട്ട് കിഴിച്ചു. വാ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. വേണി ആ കുടുംബത്തിനെ നന്നായിട്ട് അറിയുന്നതാണ്. നല്ല കുറച്ച് മനുഷ്യരുമാണ്. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് അവരോട്. വേണി നല്ല കുട്ടിയുമാണ്. 4 മാസം മാത്രം നിന്ന ആദ്യ വിവാഹബന്ധവും ഭർത്താവിൽ നിന്നുണ്ടായ ചതിയും പിന്നെയുണ്ടായ ഡിവോഴ്സും എല്ലാം അറിയുന്നതാണ് തനിക്ക്. അന്നൊക്കെ കരുതിയിട്ടുണ്ട് തങ്കം പോലെ കൊച്ചിനെ നഷ്ടപ്പെടുത്തിയ വിദ്യയാണ് അവളുടെ ഭർത്താവെന്ന്. വാ പറഞ്ഞ പോലെ അവൾ ഈ കുടുംബത്തിൽ വന്നാൽ സന്തോഷം കൂടുമെന്നല്ലാതെ കുറയാൻ കാരണമാവില്ല. തന്നെയും തന്നെ മക്കളെ അറിയുന്ന പോലെ തന്നെ അവളെ ഞങ്ങൾക്കും അറിയാം. രാധിക ചിന്തയോടെ കുറച്ചേറിയുന്ന ശേഷം ശ്യാമിനെ നോക്കി. മുഖം കനപ്പിച്ചിരിക്കുകയാണ് അവൻ. എന്റെ ചെക്ക, അതിന് ഞാൻ അവള് വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ അവള് പ്രപ്പോസ് ചെയ്തല്ലേ ഉള്ളൂ. നമ്മളെപ്പോലെ തന്നെ ഷാജിയും സന്ധ്യയ്ക്ക് ഇപ്പോഴാ കാര്യം അറിയുന്നതെന്നാ തോന്നുന്നേ. അവരുടെ മനസ്സിൽ എന്താന്ന് നമുക്കറിയില്ലല്ലോ.
പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് ഇനി ഒരു കല്യാണമൊക്കെ നോക്കുന്നല്ലേ അവര് പറയാറ്. സമയമാവട്ടെ. അപ്പോഴും അവൾക്ക് ഹർഷനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഹർഷന് തിരിച്ചും തോന്നുകയാണെങ്കിൽ ആലോചിക്കാം. നീ മുഖം ഇങ്ങനെ കനപ്പിച്ചിരിക്കാണ്ട്. രാധിക പറയുന്ന കേൾക്കെ തന്നെ ശ്യാമിന്റെ മുഖം വിടർന്നു. ആ അത് മതി, അപ്പ അമ്മ സമ്മതിച്ചാ മതി. ഓ അല്ലേലും എന്റെ അമ്മ സൂപ്പറല്ലേ. അവൻ ചിരിയോടെ പറഞ്ഞപ്പോൾ രാധികയും ചിരിച്ചുപോയി. എന്നാലും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യം നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോടാ. അത് മനസ്സിക്കൊണ്ടാണെന്നില്ല ഇത്രയും ദിവസം. രാധിക ഇന്നലെ മുതൽ തോന്നിയ കാര്യം അത്ഭുതത്തോടെ തുറന്നു പറഞ്ഞു. ആ ഞാനും ആലോചിച്ചു. അവളെ ഏട്ടനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടപ്പോ തന്നെ എന്റെ കിളി മുഴുവൻ പാറി. ഒരു സൂചന പോലും തന്നില്ലല്ലോ അവള്. എന്തായാലും പ്രപ്പോസ് ചെയ്ത ടൈം കൊള്ളാം. അവൻ പറഞ്ഞപ്പോൾ രാധികയും തലയാട്ടി. പിന്നെ എന്തോ ഓർത്തുകൊണ്ട്, എടാ ഇപ്പോഴാ ഞാൻ ഓർക്കുന്നേ, ഗീതുവിന്റെ കാര്യം അറിഞ്ഞ മുതൽ അവൾക്കൊരു സങ്കടമില്ലായിരുന്നു. അന്ന് അവൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആദ്യം കാര്യം പറയുന്ന അവളോടാ. അന്ന് വീട്ടിൽ നിന്ന് പോയ ശേഷം അവൾ പിന്നെ വീട്ടിലേക്ക് വരുന്നത് കുറഞ്ഞല്ലോ. എന്തിന് മിണ്ടാൻ പോലും കിട്ടാറില്ല. രാധിക പറയുന്നത് ശരിയാണെന്ന് അവനും തോന്നി. അന്ന് തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അമ്മ ശ്രദ്ധിച്ചിരുന്നോ? ഒരു ഷാറിലായിരുന്നു അവൾക്ക്. എപ്പോഴുള്ള വർത്താനോ ചിരിയോ കളിയോ ഒന്നും ഇല്ലായിരുന്നു. ശ്യാമ അവന്റെ മനസ്സിൽ തോന്നിയെന്ന് തുറന്നു പറഞ്ഞു. ഇതും ആലോചിച്ചിട്ട് സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും. എന്നാലും ഈ കുട്ടി ആരോടൊന്നും പറഞ്ഞില്ലല്ലോ, മനസ്സിൽ കൊണ്ടുനടന്നില്ലേ? അമ്മ നേരത്തെ പറഞ്ഞില്ലേ ആദ്യം കല്യാണം കഴിഞ്ഞ് അതൊക്കെ അവിടെ മനസ്സിലുണ്ടാവും. നമ്മളാരും ആക്സെപ്റ്റ് ചെയ്യില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് പറയാണ്ടിരുന്നാവും. ശ്യാം വീണ്ടും പറയേ രാധികയ്ക്കും സങ്കടം തോന്നിപ്പോയി. ഒരുപക്ഷെ അവൾ ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ പോലും തനിക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കുമെന്ന് അവർക്ക് തോന്നി. എന്തായാലും ഹർഷന് താല്പര്യമുണ്ടെങ്കിൽ അവൾ തന്നെ ആയിരിക്കണം തന്റെ മരുമകളെന്നും അവർ ഉറപ്പിച്ചു. എന്തായാലും ഞാനൊന്ന് കാണുന്നുണ്ട് അവളെ. ചമ്മി നാറി നടക്കുക, കളിയാക്കി കൊന്നിട്ടേ കാര്യമുള്ളൂ. ശ്യാം ഓർത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാധികയ്ക്കും ചിരി വന്നു. ദാ അതിനെ വിഷമിപ്പിക്കൊന്നും വേണ്ട കേട്ടോ, പാവം. രാധിക ഒരു താക്കി നൽകാനും മറന്നില്ല. ശ്യാം വെറുതെ തലയാട്ടുക മാത്രം ചെയ്തു. അവൻ മനസ്സിൽ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേണി വീട്ടിലെത്തിയപ്പോൾ സന്ധ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പെട്ടെന്ന് തന്നെ കുളിച്ച് വേഷം മാറി അടുക്കളയിലേക്ക് ചെന്നു. ചായ ഇട്ടുകൊണ്ട് നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ഒട്ടി നിന്നു അവൾ. സന്ധ്യ ശ്രദ്ധിച്ചെങ്കിലും അവളോടൊന്നും മിണ്ടാൻ നിന്നില്ല. ചായ ആറ്റിയത് ഗ്ലാസ്സിലേക്ക് പകർന്ന് അവൾക്ക് നേരെ നീട്ടി. ഗ്ലാസ് വാങ്ങിച്ചെങ്കിലും അവൾ അതും പിടിച്ച് അവിടെ തന്നെ നിന്നു. അമ്മ എന്താ മിണ്ടാത്തേ? അവളൊരു പരിങ്ങലോടെ ചോദിച്ചു. മിണ്ടുന്നില്ലെന്നോ? ഞാനെപ്പോഴാ മിണ്ടാതിരുന്നേ? ആ ഒരു അരസമായി തിരിച്ചു ചോദിച്ചു. ഇന്നലത്തെ കാര്യത്തിനെ പറ്റി അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛനും ചോദിച്ചില്ല. ഞാൻ തെറ്റാണോ ചെയ്തേ? പറഞ്ഞു വന്നപ്പോൾ അവളുടെ ചുണ്ടുകൾ സങ്കടം കൊണ്ട് കോടിപ്പോയി. വേണി, കുട്ടി എന്ത് ചെയ്ത് അച്ഛനോടും അമ്മയോടും പറയാണ്ടിരുന്നേ? എന്തിനാ മനസ്സിൽ കൊണ്ടുനടന്നേ? സന്ധ്യ അവളുടെ മുടിയിലൊന്നും തഴുകിക്കൊണ്ട് ചോദിച്ചു. അത് എനിക്കറിയില്ല. ആൾ മറുപടിയില്ലാതെ തലകുനിച്ചു. നീ ഇത് തുറന്ന് പറയാത്തതിലുള്ള സങ്കടമേ ഉള്ളൂ. നേരത്തെ എപ്പോഴേലും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സംസാരിക്കായിരുന്നു ഹർഷനോട്. എന്നിട്ട് ഒറ്റക്കൊക്കെ ഉള്ളിക്കൊണ്ട് നടന്നു. നിശ്ചയൊക്കെ ആയപ്പോൾ എൻ്റെ കുട്ടിക്ക് വിഷമായില്ലേ? അപ്പോഴെങ്കിലും അമ്മയോട് പറയായിരുന്നില്ലേ നിനക്ക്? സന്ധ്യക്ക് അത് പറയുമ്പോഴും മകളെ മനസ്സിലാക്കാൻ കഴിയാത്ത വിഷമം മുന്നിട്ട് നിന്നു. വേണി ഒന്നും മിണ്ടാതെ തലകുനിച്ചെന്നെ നിന്നു. ആരോടും പറയാതെ സങ്കടപ്പെട്ടതും കരഞ്ഞൊക്കെ ഓർത്തവൾ. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ കുറ്റബോധം തോന്നിയവൾക്ക്. എല്ലാം മുന്നേ അമ്മയോടെങ്കിലും പറയാമായിരുന്നു. സാരില്ല, എന്തായാലും ഇത്രയ്ക്കായ സ്ഥിതിക്ക് ഹർഷിനോട് ആന്റിയോടൊന്ന് സംസാരിക്കട്ടെ. പക്ഷെ അവർക്ക് താല്പര്യമില്ലെങ്കിൽ മോളിത് മനസ്സിൽ നിന്ന് കളയണം കേട്ടോ. ഇഷ്ടം നമുക്കൊരാളിൽ അടിച്ചേൽപ്പിക്കാനൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷ വെക്കരുത് എൻ്റെ കുട്ടി. പിന്നെ ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും അതിനി എന്ത് വലുതോ ചെറുതോ ആയിക്കോട്ടെ, അമ്മയുടെ അടുത്ത് വന്ന് പറയണം കേട്ടോ. അമ്മ ഉണ്ടാവും കൂടെ. ഒറ്റയ്ക്ക് എല്ലാം കൂടെ മനസ്സിലിട്ട് നീറ്റണ്ട, കേട്ടല്ലോ? ചെല്, ചായ കുടിക്ക്. പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെന്ന് കഴിക്ക്. സന്ധ്യയുടെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. വേണി അമ്മ പറഞ്ഞ വാക്കുകളെ മനസ്സിലാക്കിക്കൊണ്ട് വേണി തലകുലുക്കി. അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തോളിൽ മുഖമമർത്തി. അമ്മ പറഞ്ഞു കേൾക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. രാവിലെ അന്നും കുറച്ച് നേരത്തെ തന്നെ റെഡിയായി വേണി. തിടുക്കത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി. ശ്യാമിനെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അവൾ നേരത്തെ ഇറങ്ങുന്നത്. അവനെങ്ങനെയാവും റിയാക്ട് ചെയ്യുന്ന ആശങ്കയുമുണ്ട്. എന്നാൽ സ്കൂട്ടി കയറ്റിടന്ന് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് മതിൽമേൽ ചാരി നിൽക്കുന്നവനെയാണ്. അവൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ പരിങ്ങി. ശ്യാം പക്ഷേ നേരെ അവിടെ പുറകിൽ വന്നിരുന്നു. അതോടെ വേണിക്ക് വണ്ടിയെടുക്കലാ നിവൃത്തിയില്ലായിരുന്നു. മോള് ചേട്ടനെ കാണാതെ പോവാൻ നോക്കുമായിരുന്നോ? വേണിയൊന്നും മിണ്ടിയില്ല. ഇന്നലെ എനിക്ക് നിന്നെ മിസ്സായി എന്ന് വെച്ച് എന്നും അങ്ങനെ പറ്റില്ലല്ലോ. കുറച്ചേരം അവനും പിന്നെ നിശബ്ദനായി. എന്തായിരുന്നു അവിടെ ഒരു മോന്ത? എന്തായിരുന്നു അവിടെ മോന്ത? എൻഗേജ്മെന്റിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ അപ്പൊ ഇതായിരുന്നല്ലോ നിന്റെ മോന്തക്കാനം വെച്ചിരുന്നതിന്റെ കാരണം. ശ്യാം മനസ്സിൽ സ്വരിക്കൂട്ടി വെച്ചതിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും വേണിയുടെ കൺട്രോൾ പോയി. അവൾ തേങ്ങിക്കരച്ചിലോടെ വണ്ടി ഒതുക്കി. ശ്യാമാണെങ്കിൽ അതൊട്ടും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ ആകെ പേടിച്ചു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വെപ്രാളത്തോടെ വണ്ടിയിൽ നിന്നിറങ്ങി മുന്നോട്ട് വന്നു. വേണിയുടെ കരച്ചിലിന്റെ ആക്കം കൂടുകയും ചെയ്തിരുന്നു ഈ സമയം കൊണ്ട്. വേണി, എടി വേണി, ഞാൻ ചുമ്മാ പറഞ്ഞടി. എടി കരയില്ലേ? എന്റെ പൊന്നു മോളല്ലേ, കരയില്ലടി.
പ്ലീസ് ഡി, ഞാൻ നിന്നെ പേടിപ്പിക്കാൻ പറഞ്ഞാടി, ഒന്ന് നിർത്തടി, നാട്ടുകാർ കാണൂടി. വേണിമോളെ. അവൻ കെഞ്ചിയും കൊഞ്ചി അവളെ ആശ്വസിപ്പിച്ച് കരച്ചിൽ നിർത്താൻ പറഞ്ഞു. പക്ഷെ അതൊന്നും കേട്ടിട്ടും വേണി കരച്ചിൽ നിർത്തിയില്ല. അവൾ ഇട്ടിരുന്ന ചുരിദാറിന്റെ ദുപ്പട്ട കൊണ്ട് മുഖം പൊത്തിയും തുടച്ചുമൊക്കെയാണ് കരയുന്നത്. കരയാൻ മാത്രം താൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് അവൻ ചിന്തിക്കാതിരുന്നില്ല. എന്റെ ഈശ്വരി, ഈ കുട്ടി തേവാങ്ക കരച്ചിൽ നിർത്തുന്നില്ലല്ലോ. ഏട്ട വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൂടിയില്ല. എങ്ങാനും വന്നിട്ടെങ്ങാനും കണ്ട എന്റെ അവസാനാവും. ഏത് നേരത്താണ് എനിക്ക് ഇതിനോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി. അമ്മ പറഞ്ഞ പോലെ അടങ്ങിയിരുന്നാ മതിയായിരുന്നു. അവൻ വീണ്ടും പേടിയോടെ വേണിക്ക് നേരെ തിരിഞ്ഞു. വേണി ഇങ്ങനെ കരയാതെടി. എടി, ഞങ്ങൾക്കാർക്കൊരു കുഴപ്പമില്ലടി. നീ ഏട്ടനെ കെട്ടുന്നതിൽ എനിക്ക് അമ്മക്കൊരു എതിർപ്പില്ലടി. എടി, ഞാൻ ചുമ്മാ പറഞ്ഞടി, കരയല്ലേ. ഹർഷനെ കെട്ടുന്നതിൽ അവനും ആന്റിക്ക് എതിർപ്പില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ തന്നെ വേണിയുടെ കരച്ചിലൊരു ഞെട്ടലോടെ നിന്നു. അവൾ ശ്യാമിനെ അവിശ്വസനീയതയോടെ നോക്കി. എനിക്കറിയില്ലേ, പ്ലീസ്. കരച്ചിൽ നിർത്തിയെങ്കിലും അവൻ വീണ്ടും പറഞ്ഞു. നീ എന്താ പറഞ്ഞ്? കല്യാണത്തിന് നിനക്കും ആന്റിക്ക് എതിർപ്പില്ലെന്നോ? അവൾ അപ്പോഴും അവനൊട്ടും വിശ്വാസമില്ലാത്ത പോലെ ചോദിച്ചു. തന്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി അവൻ കള്ളം പറഞ്ഞാണെങ്കിലോ? ശ്യാമ ആശ്വാസത്തോടെ നിശ്വസിച്ചു. സത്യടി പെണ്ണെ, ഞാനും അമ്മ ഇന്നലെ സംസാരിച്ച അമ്മയ്ക്ക് എനിക്ക് നിങ്ങൾ കല്യാണം കഴിക്കുന്നതിൽ സമ്മത, ഒരു എതിർപ്പുമില്ല. അവൻ ആണയിട്ട് പറഞ്ഞു. വേണിയുടെ ഉള്ളിൽ ഒരു മഞ്ഞേട്ട വീണ പോലെ തോന്നി. അവൾ സന്തോഷം അടക്കാനാവാതെ മുന്നിൽ നിൽക്കുന്നവന്റെ കവളിൽ അമർത്തി ഉമ്മവച്ചു. വേണിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് ശ്യാം അവൾ ഉമ്മവച്ചെടുത്ത് കൈവച്ച് അമർത്തി തുടച്ചു. അവൻ ചുറ്റുമൊന്നും നോക്കാതിരുന്നില്ല. മുന്നിൽ ഇളിയോടെ നിൽക്കുന്നവളെ അവൻ തുറിച്ചു നോക്കി. ഉഫ്, എന്തൊരു സന്തോഷം. കുറെ നേരത്തേക്ക് മനുഷ്യന് നല്ല ജീവിതത്തിൽ കണ്ട് ചിരിക്കുന്നുണ്ടല്ലേ. ആ പല്ലടിച്ചുകൊണ്ട് ചിന്തിച്ചു. അതെ, ഇത്രക്കും സന്തോഷിക്കുന്നു വേണ്ട. എനിക്കും അമ്മയ്ക്കും മാത്രമേ സമ്മതമായിട്ടുള്ളൂ. ഏട്ടൻ സമ്മതിച്ചിട്ടില്ല. അവൻ ചുണ്ടുകൊട്ടിക്കൊണ്ട് പറയെ വേണിയുടെ മുഖത്തെ ചിരിമാഞ്ഞു. അവിടെ സങ്കടം വരയ്ക്കാൻ സമയം അധികം വേണ്ടി വന്നില്ല. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.